ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് വെളുപ്പിനെ 1:45. ഞങ്ങൾ സുബിനെ തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് കൊണ്ടുവിടാനായിട്ട് പോകാനായിട്ട് റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണീക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. കുളിക്കുന്നത് എനിക്ക് പണ്ടേ മടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെളുപ്പിനെ കൂടെ കുളിക്കാന്ന് പറയുന്നത് അതിലും വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയില്ല. ഒരു 12-12:30 ആയപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് കുളിച്ച് റെഡിയായി പട്ടുപാവാടയൊക്കെ ഇട്ട് വന്ന്. പട്ടുപാവാട ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലും കൂടെ പോകാനൊരു ചെറിയ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് പട്ടുപാവാട ഇട്ടത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് അടുത്തെത്താറായപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് പൊറോട്ടയും കടലക്കറിയും വാങ്ങി. പിന്നെ ഒരു ചൂട് ചായയും കൂടെ കുടിച്ചപ്പോഴത്തേക്കും ഫുള്ള് സെറ്റായി. കാരണം വെളുപ്പിന് ഭയങ്കരമായ തണുപ്പായിരുന്നു. അപ്പോൾ ചായ കുടിച്ചപ്പോഴാണൊന്ന് ഓക്കെ ആയത്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ വരുന്നത്. തിരുവനന്തപുരം എയർപോർട്ടെന്നല്ല, ഒരു എയർപോർട്ടിലേ ഞാൻ കാലെടുത്ത് കുത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ എയർപോർട്ട്. കാരണം എല്ലാവരും വീഡിയോസൊക്കെ ഇട്ട് ഞാൻ ഒരുപാട് വട്ടം എയർപോർട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറേ നേരം ഞാൻ നോക്കി നിന്ന് വരുന്ന ആളുകളെ ഓരോരുത്തരും വരുന്നതും ഓരോരുത്തരെ യാത്രയാക്കാനായിട്ടൊക്കെ വരുമല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ ഫേസിലെ ഫീലിങ്സും സന്തോഷമൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന്. സുഖനാണെന്നുണ്ടെങ്കിൽ 8:30 എന്തോ ആണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം അതിനൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ എങ്ങാണ്ട് മുന്നേ നമ്മൾ എയർപോർട്ടിൽ വരണം എന്നോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും എല്ലാം കറക്റ്റ് സമയത്തൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് പോകുകയാണ്. ഇനി പോകുന്ന വഴിയിൽ നമ്മൾ ഇനി അമ്പല ദർശനത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറേ അമ്പലങ്ങൾ, ആറ്റുകാൽ അമ്പലം, പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, അങ്ങനെ കുറേ അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇനി നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ അമ്പലത്തിലാണ്. ഇത് അമ്പലത്തിൻ്റെ കാർ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ മാർച്ച് 13 പൊങ്കാല നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ നിർമ്മാല്യത്തിൻ്റെ ഒരു സമയത്താണ് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറുന്നത്. അതുകൊണ്ട് നിർമ്മാല്യമൊക്കെ കണ്ടു തൊഴാൻ പറ്റി. പിന്നെ അവിടെ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് അകത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ ആറ്റുകാൽ ടെമ്പിൾ. അപ്പോൾ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആ കയറി വരുന്നിടത്ത് കുറേ വിളക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ ഈ സൈഡിൽ നിന്ന് നാരങ്ങ വാങ്ങിച്ചിട്ട് ആ നാരങ്ങ വിളക്ക് അവിടെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നാരങ്ങ വാങ്ങിച്ച് എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട്. അതുപോലെ നാരങ്ങ മാല, ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് കേട്ടോ. പിന്നെ അകത്ത് ഒരുപാട് കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ അലൗഡല്ല. നല്ല ഭംഗിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അങ്ങനെ നമ്മളവിടെ എല്ലാം തൊഴുത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള ഭയങ്കര സ്ഥലമൊക്കെ ഉണ്ട്. ഈ അടുത്ത മാസത്തിൽ മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. അപ്പോൾ പൊങ്കാല സമയത്തൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എടുത്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആറ്റുകാൽ പൊങ്കാല എടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ അമ്പലത്തിൽ വരുന്നതും തൊഴുന്നതും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നിയ കുറേ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഈ അമ്പലങ്ങളെല്ലാം തന്നെ അടുത്തടുത്തായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വാഹനപൂജയ്ക്ക് ഒഴികെയുള്ള വാഹനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇതിനകത്ത് ആൾക്കാർ താമസിക്കുന്നില്ലയോ? ഇത് കൊട്ടാരോ? അതാ പറഞ്ഞ, അവര് താമസിക്കുന്നില്ലേ? മെഴുകു കൊട്ടാരോ, മെഴുകു മ്യൂസിയം. അത് ഒത്തിരി ആൾക്കാർ മെഴുകുറുതി കാണാനാണ്. ഗാന്ധിജി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അബ്ദുൽ കലാമിന്റെ എല്ലാം മെഴുകുണ്ട്. അതിനെന്തെല്ലാം കേറുന്നതിന് ചാർജ് ആണ്. മോഹൻലാലൊക്കെ ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്.
कहाँ पे മുണ്ട് വേണമെന്ന് പറഞ്ഞു. Yes. Okay. बैग मोबाइल चप्पल शर्ट बैग मोबाइल चप्पल शर्ट बैग मोबाइल चप्पल പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ കയറി. ഞങ്ങൾ തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ വന്നത്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ വരികയാണെന്ന് സൺഡേക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് ക്യൂ നല്ല നീളമുള്ള ക്യൂ ആയിരുന്നെങ്കിലും എല്ലാവരും പറയുന്നത് കേട്ടു എന്നത്തെയും പോലെ അതായത് നമ്മുടെ സൺഡേസിലൊക്കെ ഉള്ള പോലത്തെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേയ്സിലുള്ള അത്രയും ക്യൂവും തിരക്കും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പം അമ്പലത്തിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 7:33 സമയം നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ രാജാവിൻ്റെ ദർശനം എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 8:30 നമുക്ക് ദർശനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലത്തെ നട തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ബാക്കിൽ കൂടെ ഒക്കെ കറങ്ങിയൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നത് കേട്ടോ. എനിക്ക് ഇപ്പം എന്നെ പറയാൻ എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഒന്നുമില്ല. അങ്ങനെ എന്തായാലും അത്രയും ക്യൂ നിന്നെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ പത്മനാഭസ്വാമിയെ കാണുന്നതും തൊഴുന്നതും. ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഒരു തവണയെങ്കിലും കാണണം. കാരണം നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീല് ഭയങ്കര വലുതാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു ഫീലാണ് കേട്ടോ. കാരണം പത്മനാഭസ്വാമി ഒരു വേറൊരു രീതിയാണ് നമുക്ക്. അപ്പോൾ അത് വരുമ്പോൾ മനസ്സിലാകും. വന്നിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണോ എനിക്കറിയാൻ വയ്യ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് പിന്നെ ഇനി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോട്ട് അവിടെയും കൂടെ തൊഴാനായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ആ പോകുന്ന വഴിയൊക്കെ ഒരു സ്ട്രീറ്റാണ്. അവിടെ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും പിന്നെ കമ്മലിൻ്റെയൊക്കെ ഹോൾസെയിൽ സെയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഭയങ്കര വിലക്കുറവിലൊക്കെ ഇട്ടേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗണപതിക്ക് ഉടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് അമ്പലത്തിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഫോൺ അലൗഡേ അല്ല. ഫോൺ നമ്മളവിടെ കൊടുത്തിരിക്കിട്ടാണ് അകത്ത് നമ്മൾ കയറുന്നത്. അവിടെ ഫോൺ അലൗഡല്ല. അതുപോലെ ഇവിടെ ഫോൺ അലൗഡല്ല. അപ്പോൾ ഈ വക ടെമ്പിൾസിലൊന്നും തന്നെ ഫോൺ നമുക്ക് അലൗഡല്ല. കാരണം ഫോണില്ലാതെ നമ്മൾ ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. അവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നപ്പോൾ കണ്ടതാണ്. രണ്ട് ഇലക്ട്രിക് ബസ് പോകുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ യാത്രകൾ ഇവിടെ സുലഭമായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം തൊഴുതിട്ട് അവിടെ കുറേ സിനിമാക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ നമുക്ക് സിനിമാക്കാരെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. ചൈനക്കാരുടെ മുഖം ഇങ്ങനെ ഇരിക്കുകയല്ലോ. ഇത് നേപ്പാളാണ്. ബൈയൊക്കെ പറഞ്ഞ് പോവുക. ഇനി നമ്മൾ പോകുന്നത്
കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ട്രിവാൻഡ്രം ലുലു മാളിൽ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ലുലു മാളിൽ കഴിഞ്ഞ ന്യൂ ഇയറിന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ചെറിയൊരു രീതിയിൽ പ്ലാനൊക്കെ മിസ്സായിപ്പോയി. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ലുലു മാളിലും വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതെല്ലാം തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിൽ റിയലായിട്ട് വന്നിട്ട് കാണുന്നത്. മറ്റേ വീഡിയോസ് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതെല്ലാം. അപ്പം എയർപോർട്ടാണെന്നുണ്ടെങ്കിലും ആറ്റുകാൽ അമ്പലമാണെന്നുണ്ടെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ലുലു മാളാണെന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ ഫസ്റ്റ് കാഴ്ചകളാണ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടെ എല്ലാം ഞാൻ. അങ്ങനെ ഇത് നമുക്ക് ട്രിവാൻഡ്രം ലുലു മാൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഏറ്റവും ലെങ്ത് കൂടിയ ലുലു മാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ വണ്ടി. ഇവിടെ എല്ലാം 2 വീലർ പാർക്കിംഗ് ആണ്. നമ്മുടെ 4 വീലറൊക്കെ അകത്താണെന്ന് തോന്നുന്നു കേട്ടോ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നൊരു സമയം എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് സമയമാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വെയിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് അടിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വന്നത്. ഇറങ്ങിയതാണെന്നുണ്ടെങ്കിലോ നല്ല തണുപ്പുള്ള ഒരു 1:45 ടൈമിലാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഭയങ്കര വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ആണ്. അതിന് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭയങ്കര വിശാലമാണ്. അവിടെ നമുക്ക് അവരൊരു ടോക്കൺ തരും. അത് നമ്മൾ വാങ്ങിച്ചിട്ടാണ് കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഓരോ ഇനിഷ്യലും നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. എവിടെയാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തതെന്നുള്ളത് നമുക്കറിയാതെ ആകും. അങ്ങനെ നമുക്ക് ഈ തരുന്ന ആ ഒരു ടോക്കൺ എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്തു, നമ്മൾ വന്ന വണ്ടി എങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ നമുക്ക് ആ ഒരു പൈസ എത്രയാണെന്നുള്ളത് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തരും. അത് പേ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ലുലു മാളിൻ്റെ അകത്ത് കയറിയപ്പോൾ വിശാലമായ ഷോറൂം എന്ന് പറയുന്നത് പോലെ തന്നെ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഒരു മാള് തന്നെയാണ് ലുലു മാള്. അപ്പം അങ്ങനെ അതിനകത്തൊക്കെ കുറേ നേരമൊക്കെ കറങ്ങി കുറേയൊക്കെ നോക്കി. അകത്തൊന്നും പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ കയറിയില്ലായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കി കണ്ടിട്ട് അതിനകത്തൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാം, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വരുന്നിട്ടൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, മരങ്ങളുണ്ട്, പിന്നെന്താണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. മുകളൊക്കെ ഇതുപോലെ ഓരോ നമ്പറുകളും ഓരോരോ പരസ്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ ഏരിയയിലോട്ട് ഇങ്ങനെ വന്നിട്ട് അന്താളിച്ച് വന്ന് നിൽക്കുകയാണ്. എല്ലാ ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ. നമ്മൾ തപ്പി നടക്കുന്ന എല്ലാ ചോക്ലേറ്റ്സും നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതെന്ത് നിലാവ് തഴിച്ചിട്ട് കോഴിയെ പോലെ എന്തൊക്കെയോ ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിന് പുറത്തുള്ള പറച്ചിലൊക്കെയാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് മറ്റേ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ മാക്കിൻടോഷ് ഇല്ലേ, ആ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വന്നപ്പം ഇവിടെ ഞാൻ അതുണ്ടോ എന്ന് ഞാനിങ്ങനെ പരതി നോക്കി. അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ നിലത്തി അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 2000 എത്രയോ രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ആ പൈസ കൊണ്ടുണ്ടെങ്കിൽ എന്തോരം ഏതപ്പോൾ വാങ്ങിച്ചിരിക്കാം. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ മാക്സിൽ, ട്രെൻഡ്സിൽ, സുഡിയോ അങ്ങനെ കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ കയറി. അതൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് ടയേർഡായിപ്പോയി. അതുകൊണ്ട് പിന്നീടുള്ള വീഡിയോസ് എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് ഒരുപാട് ഹോട്ടൽസ് കണ്ടു. ബെറ്റർ നോക്കി മുന്നോട്ട് പോയതാണ്. അവസാനം കയറിയ ഹോട്ടലിലെ ഫുഡ് ഒരു കാശിനുള്ളത്തിലായിരുന്നു. ഞാൻ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും വേസ്റ്റായിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ.